ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ധാവണിയാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അജ്രക്കിൻ്റെ മെറ്റീരിയൽ ഏകദേശം 2.5 മീറ്ററോളം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ലബ് സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. സ്ലബ് സിൽക്കിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുള്ള ഏകദേശം ഷാളിൽ 2.5 മീറ്ററും സ്കേർട്ടിന് 3.5 മീറ്ററും അങ്ങനെയാണ് എടുത്തത്. പിന്നെ ബ്ലൗസ് ഞാനിത് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്ലൗസ് അവർ പ്രിൻസസ് കട്ട് ബ്ലൗസ്, അതായത് ഈ ഒരു സ്ലബ് സിൽക്കിൻ്റെത് ഇവിടെയും സ്ലീവിന് അജ്രക്കിൻ്റെതും കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസും കൂടി ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണെന്ന് നോക്കുന്നത് കേട്ടോ. ഞാനിതിവിടെ മെറ്റീരിയൽ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ലെങ്ത്ത് ഇതിപ്പോൾ ടോപ്പ് സ്കേർട്ടിൻ്റെ തന്നെ ഷാളിൻ്റെ വേറെ കാണിച്ചു തരാം അങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന്. അത് ബ്ലൗസിൻ്റെ പീസിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് അവർ പറഞ്ഞിട്ടുള്ളത് 37 ഇഞ്ചാണ് കേട്ടോ. 37 ഇഞ്ചിൽ സ്കേർട്ട് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 37-ന് നമ്മുടെ ബാൻഡ് മുകളിലത്തെ ഒരു ബാൻഡിൽ ഒരു 2 ഇഞ്ച് വേണം. അപ്പോൾ 37-ന് 2 ഇഞ്ച് ബാൻഡിൻ്റെ ലെങ്ത്ത് കുറക്കുക. അപ്പോൾ 35 കിട്ടി. 35-ൻ്റെ ഒന്നിച്ച് പിന്നെ ഈ ബാൻഡിൻ്റെ ഒന്നിച്ച് ഇത് ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ 35.5. പിന്നെ അതിൻ്റെ ഒന്നിച്ച് 1 ഇഞ്ച് താഴെ തയ്യൽ തുമ്പ് ഇവിടെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. 1 ഇഞ്ച് താഴെ തയ്യൽ തുമ്പ്. അങ്ങനെ ടോട്ടൽ 36.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ കട്ടാക്കി വെച്ചു. ഇനി ഇതിൻ്റെ താഴത്തേക്ക് നമ്മൾ ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബോർഡർ എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. 4.5 ഇഞ്ചിൽ കട്ട് ചെയ്യുന്നത്. എന്താ 4.5 ഇഞ്ചിൽ ഇപ്പോൾ 2 പീസാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഒരു 4.5 ഇഞ്ചിൽ 2 പീസേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് 2 പീസൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ താഴ്വശത്തേക്ക് ഇതെങ്ങനെ വെക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് താഴ്വശത്ത്, അതായത് നമ്മുടെ സ്കേർട്ടിൻ്റെ ചീത്ത വശത്ത് ഇതിൻ്റെ ബോർഡർ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ചീത്ത വശത്ത് ഇതിൻ്റെ ബോർഡർ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ എടുക്കാം. ചീത്ത വശത്ത് വെക്കേണ്ടത്. ചീത്ത വശത്തോട് കൂടി നമ്മുടെ ബോർഡറിൻ്റെ നല്ല വശം, ഇത് ചീത്ത വശം, ഇത് നല്ല വശം, ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക. ഇതിന് ഈ മെറ്റീരിയൽ പിന്നെ ചീത്ത വശം നല്ല വശമൊന്നുമില്ല, കാരണം എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് ഇപ്പോൾ ഏത് ഭാഗത്ത് വെച്ച് കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. മറ്റേ നല്ല തുണിയൊക്കെ എടുക്കുന്ന സമയത്ത് 2 സൈഡും ഡിഫറെൻറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ചീത്ത വശത്ത് വെച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ നല്ല വശത്തേക്ക് ഇത് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ചീത്ത വശത്ത് ആദ്യം വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം ഒന്ന് പതിച്ചും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ. പതിച്ചടിച്ചതിന് ശേഷം അപ്പോൾ ഇതുപോലെ നല്ല വശത്തേക്ക് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ റെഡിൻ്റെ മിത്തിലാണ് കേട്ടോ പതിച്ചടിച്ച് കൊടുത്തിട്ടില്ലേ. ഇത് മോശം വശമാണ്. പതിച്ചും കൂടി അടിച്ചിട്ട് ഇനിയിപ്പോൾ നല്ല വശത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നമ്മിങ്ങനെ പിടിച്ചിട്ട് ആ പതിച്ചടിച്ചതിൻ്റെ മുകളിലേക്ക് കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. പിന്നെ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഒരു മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച് മതി കേട്ടോ. ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് ആ മടക്കിൻ്റെ വീട്ടിലേ സ്റ്റിച്ച് കൊടുത്താൽ മതി. അഥവാ ഇങ്ങനെ മടക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ മെറ്റീരിയൽ വെക്കുക. എന്നിട്ട് ഇതൊരു 1/4 ഇഞ്ച് വെച്ചിട്ട് ആദ്യം മടക്കിയിട്ട് ഫുള്ളൊന്ന് സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അതിങ്ങനെ വെച്ച് കൊടുത്താൽ പിന്നെ നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അത് കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ധാവണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല മെറ്റീരിയലിൻ്റെ മുകളിൽ, നല്ല ഭാഗത്തിന് മുകളിൽ നേരത്തെ നമ്മൾ ചെയ്തില്ലേ, ഇതിനൊക്കെ നല്ല വശം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നല്ല ഭാഗം, അതിൻ്റെ മുകളിൽ നല്ല വശം ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല ഭാഗവും ഒന്നിച്ച് വെച്ചിട്ട് ഇതിലേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും അടിഭാഗം സെറ്റായി. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഓവർലോക്കൊക്കെ ഉള്ളവർക്ക് അതൊന്നും പ്രശ്നമില്ല. ഈ തുച്ഛം ഇപ്പോൾ നൂലും കാര്യങ്ങളെ വലിയുന്നില്ല, അവിടെ ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം. ഓവർലോക്ക് ഇല്ലാത്ത സാധാരണക്കാർക്കൊക്കെ ഇതുപോലെ മടക്കി അടിച്ചാൽ നല്ല നീറ്റിൽ കിട്ടും കേട്ടോ. ഒന്നും തുച്ഛോ കാര്യങ്ങളും ഒന്നും കാണാനില്ല. 2 രീതിക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കുക. ഇതിപ്പോൾ രസം ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ അടിവശം മടക്കി അടിക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അടിവശം 2ആയിട്ടൊന്ന് മടക്കിയും കൂടി അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ സെറ്റായിട്ട് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. ഞാനിവിടെ ഷാളിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 2.5 ഇഞ്ച് വീതിക്കാണ് എടുത്തിട്ടുള്ളത്. 2.5 ഇഞ്ച് വീതിക്കുള്ള കുറച്ച് പീസ് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. മോശം വശത്ത് വെക്കുക കേട്ടോ. മോശം വശത്ത് ഇതിൻ്റെ നല്ല വശം വെക്കുക. മോശം വശത്ത് ഇതിൻ്റെ നല്ല വശം വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. 1/4 ഇഞ്ച് വിട്ടിട്ട് ഫുള്ളായിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പതിച്ചും കൂടി അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ വേണമെങ്കിൽ പതിച്ച് അടിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല വശത്തേക്ക് ഇടാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട്
അറ്റത്തെ ഒരു അടി കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഇവിടെ ഒരു മടക്കിയിട്ട് അടിച്ചെടുക്കുക. മടക്കി അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ ആദ്യം ഒരു അരയിഞ്ചിന് മടക്കിയിട്ട് പിന്നെ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുത്താൽ മതി. അതുപോലെ ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ കോണോ കാര്യങ്ങളൊന്നും ആക്കുന്നില്ല, ഇങ്ങനെ സ്ക്വയറിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുക്കാം. ഞാനിവിടെ താഴത്തേക്കുള്ള സ്കേർട്ടിൻ്റെ ബാൻഡില്ലേ, ബാൻഡ് ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതേ മെറ്റീരിയൽ ലൈനിങ് വെക്കുന്നില്ലല്ലോ, അപ്പോൾ സെയിം 2 തുണി എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് അങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാൻഡ് എത്രയാണോ അരവണ്ണം വരുന്നത് നോക്കാം. എനിക്ക് വേണ്ടത് ടോട്ടൽ വേണ്ടത് 40 കേട്ടോ. അപ്പോൾ 20 ഒരു സൈഡിലേക്ക് വേണ്ടത്. അപ്പോൾ 20 ഇങ്ങനെ മാർക്ക് ചെയ്തു. അതിന് ശേഷം ഒരു അര ഇഞ്ച് ഞാൻ അധികം എടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ 21 ആ ഒരു അര ഇഞ്ച് 41, ടോട്ടൽ 41 ഇരുന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഒരു അര ഇഞ്ച് അധികം എടുത്തു. പിന്നെ കുറച്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കാനുള്ളതാണ് കേട്ടോ, മടക്കി എടുക്കാനുള്ളതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരറ്റം ഇതുപോലെ 2ആയിട്ട് ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട്. 2ആയിട്ടല്ല, ഒരു മടക്കിയിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. ആ കട്ട് വെച്ചാൽ നമ്മൾ ഈ അര ഇഞ്ച് അധികം അടയാളപ്പെടുത്തിയിട്ട് ഇത് ഇങ്ങനെ അടയാളപ്പെടുത്തുക. അതിന് ശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ അര ഇഞ്ച് അധികം അടയാളപ്പെടുത്തുക ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മൂലക്ക് കട്ടിട്ട് കൊടുക്കാം, അതുപോലെ ഈ ഒരു മൂലക്ക് കട്ടിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ ഈ ഒരു സൈഡ് 2ആയിട്ട് മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡ് 2ആയിട്ട് മടക്കി അടിച്ചിട്ടുണ്ട്. 2 സൈഡും അതാണ് കടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടി ഒന്നിച്ച് പിടിച്ചിട്ട് പിന്നെ 4ആയിട്ട് ഇത് എനിക്ക് മടക്കിയിട്ട് ഇത് എനിക്ക് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ, അതായത് ഈ മടക്കി അടിച്ചത് ഇതുപോലെ വരണ്ടേ. എന്നിട്ട് നല്ല വശത്തിൻ്റെ മുകളാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു കട്ടിൻ്റെ അടുക്കുന്ന് നമുക്കിങ്ങനെ ഫ്രില്ലിട്ട് വരാം. എന്നിട്ട് നമ്മുടെ ഫസ്റ്റത്തെ കട്ട് ഇവിടെ കിട്ടുന്ന സമയത്ത് സ്കേർട്ടിന് ഇതുപോലെ ഒരു കട്ടുണ്ടാവും. സ്കേർട്ടിന് നമ്മൾ കട്ടിട്ട് കൊടുത്തിട്ടേ സ്കേർട്ടിന് ഒരു കട്ടുണ്ട്. ഈ ഒരു കട്ട് വരെ നമുക്ക് ഇത്ര മെറ്റീരിയൽ ഉണ്ട് ഫ്രില്ലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രില്ലിട്ട് വരാം. അതിന് ശേഷം ഇവിടുന്ന് തുടങ്ങിയിട്ട് നമ്മുടെ അടുത്ത കട്ട് വരുമ്പോൾ അതേപോലെ തന്നെ സ്കേർട്ടിന് നമ്മുടെ അടുത്ത കട്ട് വരും. അടുത്ത കട്ട് ഇത്രയും മെറ്റീരിയൽ ഈ ഒരു ഭാഗത്ത് ഫ്രില്ലിടാം. അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് തുണി ഒട്ടും വേസ്റ്റായി പോകില്ല. നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഫ്രില്ലിട്ടിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഒരു കയ്യിൽ ഫോൺ വെക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഒരറ്റത്തി കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ അറ്റത്തി കൂടി സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റിച്ചില്ല, ആ സ്റ്റിച്ചിൻ്റെ മുകളിലും കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ എന്നിട്ടാ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്താൽ ഇതേപോലത്തെ പുതിയ വീഡിയോസായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി ഒരു ഉപകാരപ്രദമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിനടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.